അടിപൊളി റമ്മക്ക അത്രയുള്ളൊരു പഗ്ഗൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അടുത്ത് കൊണ്ടുവന്ന് ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ട് ഒരു സിപ്പ് അടിച്ചിട്ട് ഇതങ്ങോട്ട് കഴിക്കുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ സാറേ. പുഷ്പമാ അടിപൊളിയാണ്, അടിപൊളി. ആ മല്ലിയലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റ്. ഹായ്, പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബാറിലെ ടച്ചിങ്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ബാറിൽ പോവാത്തവർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അത് വീട്ടിൽ ഇന്ന് തയ്യാറാക്കാൻ പോണതാണ്. വളരെ ടേസ്റ്റിയും ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല നമ്മുടെ ഹെൽത്തിക്ക് ഇപ്പോൾ നല്ല ചൂടാണ്, അത് കാരണം നമ്മുടെ ഹെൽത്തിക്ക് നന്നായിരിക്കും. ജിമ്മിൽ പോണവരായിക്കോട്ടെ, ഇപ്പോൾ കളിക്കാൻ കുട്ടികൾ പോണവരായിക്കോട്ടെ, വീട്ടിലിരുന്ന് ടി വി കാണുന്നവരായിക്കോട്ടെ, ആർക്കും ഇത് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ, നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുകയും ചെയ്യാം. എല്ലാ സാധനങ്ങളും ഏകദേശം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് നിലക്കടല, ചോളം, വലിയ ഉള്ളി, മല്ലിയില, ചെറുനാരങ്ങ, വിനാഗിരി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. നിലക്കടല പറഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് രാവിലെ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും കുതിർന്ന് കിട്ടും. ഇല്ല രാവിലെ വെള്ളത്തിലിടണമെങ്കിൽ എന്തായാലും ഒരു 2-3 മണിക്കൂർ ഈ നിലക്കടല വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിർന്ന് നമുക്കതിൻ്റെ തൊലി എടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, നിലക്കടല ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോളമൊക്കെ ഒന്ന് പറിച്ചെടുക്കണതെന്ന് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നന്നായി മൂത്തത് എടുക്കാൻ പാടില്ല, അത് ഒത്തിരി ഇങ്ങനെ പിഞ്ചു നോക്കി എടുക്കണം. എടുക്കുമ്പോൾ അപ്പം അങ്ങനെ നമ്മുടെ ചോളം മണിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇതാ നോക്കിക്കോളൂ, പച്ച ചോളമാണ് എടുത്തിരിക്കണം, അല്ലാണ്ട് വേവിച്ചതൊന്നുമല്ല. എല്ലാം ഇതിൻ്റെ പച്ചയാണ്, അതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോളൂ. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെ സെറ്റ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കടല ആദ്യം കൊട്ടിക്കൊടുക്കുക. കടലയാണ് അതിലെ മെയിൻ രാജാവ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചോളം. ഇനി നമുക്ക് നമ്മുടെ ഒരു സബോള അരിഞ്ഞത്, കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഒരു ചെറിയ എരിവ് നന്നായിരിക്കും. വെള്ള കുരുമുളക് കിട്ടുകയെന്ന് വെച്ചാൽ അതിട്ടാലും നന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു ചെറിയ എരിവിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് എന്താണ്, വിനാഗർ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്കിതിൽ മല്ലിയില തൂവി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് എരിവൊക്കെ നമ്മൾ നോക്കണം. ഒരു 2 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെക്കണം, എന്നാൽ നല്ല ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 2 മിനിറ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാബു, നമ്മുടെ ഇത് 2 മിനിറ്റായി സെറ്റായി, ഒന്ന് കഴിച്ചു നോക്കുക. അങ്ങനെ നമ്മുടെ ബാറിലെ ടച്ചിങ്സ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു എന്തെങ്കിലുമൊക്കെ വൈബ്രേഷൻ തോന്നുമെങ്കിലും ബാറിലെ ടച്ചിങ്സ് പറഞ്ഞാൽ അത്ര ബോറായിട്ടുള്ള സാധനമൊന്നുമല്ല, അടിപൊളി സാധനമാണ്. വെള്ളമൊടിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി ടച്ചിങ്സ് കൂടിയാണ് നമ്മുടെ ബാറിലെ ടച്ചിങ്സ്. സംഭവം കാണുമ്പോൾ തന്നെ അറിയാം, അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിപൊളി സാധനങ്ങളാണ്. കടല പിന്നെ ചോളം എല്ലാം അടിപൊളി വിറ്റാമിൻ ആയിട്ടുള്ള സൂപ്പർ സാധനങ്ങൾ വെച്ചിട്ടാണ് ബാറിലെ ടച്ചിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറിലെ ടച്ചിങ്സ് എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ബോഡി ബിൽഡേഴ്സും ബോഡി ശരീരമൊക്കെ നല്ല രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണ്. രാവിലെ എണീച്ചാൽ വെറും വയറ്റിൽ അടിപൊളിയായിട്ട് ഈ സാധനം കഴിക്കുക. ഒരു കപ്പ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് ഫുഡ് കഴിക്കേണ്ട, അത്രയ്ക്കും പ്രോട്ടീൻ നമ്മുടെ അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ ബാറിലെ ടച്ചിങ്സ്. എന്തായാലും കഴിച്ചു നോക്കാലോ പുഷ്പമാ, ഒന്ന് വിളമ്പി തരിക. നന്നായി ഒന്ന് മിക്സ് ആക്കുകയാണ് കേട്ടോ, അത് പറഞ്ഞാൽ എന്താ തരാത്തത്. ഓ, നമ്മളിങ്ങനെ വെച്ചിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ടില്ല അല്ലേ, ഇങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ തരാം. അതെ, ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഞാൻ അതിന് മുമ്പ് അത്യാവശ്യം കഴിച്ചിട്ടൊക്കെ ഉണ്ട്, എങ്കിലും ഇത് പുഷ്പമ്മൻ്റെ സ്പെഷ്യലാണ്. പുഷ്പമ്മ അടിപൊളിയാണ്, അടിപൊളി. ആ മല്ലിയലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ ബാറിലെ ടച്ചിങ്സിനെ വെല്ലുന്ന അടിപൊളി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത്.
പച്ചയാണ്, അല്ലാണ്ട് ഏതും വേവിച്ചതല്ല. സിമ്പിളാണ് വീട്ടിൽ ഉണ്ടാക്കുന്നവർക്ക്. വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനാണ് വേവിക്കാതെ കഴിക്കുന്നത്. അത്രയും നല്ല സാധനമാണ്. പുഷ്പമ്മ, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി കിട്ടിയത്? അതിന് നമ്മളവിടെ ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ടല്ലോ. അപ്പം എന്നെ കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നന്നായി നിങ്ങൾക്ക് വീഡിയോയിലേക്ക് ഇത് കൊടുത്തു നോക്കി ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി നിറയെ കഴിക്കട്ടെ. പെൺകുട്ടികൾക്കൊക്കെ അത് നല്ല ബോഡിയിലേക്ക് നല്ല ഇതായിരിക്കും, ആൺകുട്ടികൾക്കാണെങ്കിലും. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും? എളുപ്പ സാധനം എല്ലാം വീട്ടിലുണ്ടേനും. ഈ സാധനം ഡെയിലി കഴിച്ചിട്ട് എക്സസൈസും കൂടി ചെയ്താൽ നമ്മുടെ ബോഡിയൊക്കെ അങ്ങനെ ഗമ്മ് കട്ടയാവും. അപ്പൊ എല്ലാവരും ഡെയിലി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിച്ചാൽ നന്നായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ബാർലെ ടച്ചിങ്സ് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഷുവറായിട്ടും എല്ലാവരും കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. പുഷ്പമ്മ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്ത് കഴിച്ച് പുഷ്പമ്മനെ അറിയിക്കുക. സന്തോഷവും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇതുപോലത്തെ കിടുക്കാച്ചി ബാർലി അല്ലെങ്കിൽ മറ്റേ ബിവറേജിലെയോ റെസ്റ്റോറൻറ്റിലെയോ വേറെ ഏതെങ്കിലും ഫുഡുമായിട്ട് വരുന്നവരെല്ലാവർക്കും പാടിക്കിച്ചിട്ട് ഷോപ്പില് എന്നാൽ ഷാപ്പിലെയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.